ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും പുറത്തു വന്നത് മുഹറം 10-ലാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സംരക്ഷണം അള്ളാഹു നൽകി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ. ചരിത്രത്തിൽ വലിയ നേട്ടമാണ് നമ്മുടെ മഹാനായ നേതാവ് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ അകത്തു നിന്നും ഈമാന്റെ വിജയമായി പുറത്തു വന്ന വിജയം ആഘോഷിക്കേണ്ട മുഹറം 10. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസ്തുത തീക്കുണ്ടാരത്തിൽ കിടക്കുന്ന നേരത്ത്, അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ചൊല്ലി എന്ന് ചരിത്രത്തിൽ കാണുന്ന ഒരു ദിക്റുണ്ട്. പരിശുദ്ധ മുഹറം മാസത്തിൽ ആ ദിക്ർ ഇബ്രാഹിം നബിക്ക് സഹായമായിരുന്നുവെങ്കിൽ, ആ തീ തണുപ്പായിരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ഈ ദിക്ർ കൊണ്ട് കാവൽ കിട്ടുമെന്നതാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച് അതേക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് നേടാൻ കഴിയും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ സംബന്ധമായിട്ട് ധാരാളം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അള്ളാഹുവിനെ പ്രകീർത്തിച്ചു പറഞ്ഞ ദിക്റാണ്. തവക്കുലിന്റെ ഒരു ഏറ്റവും വലിയ ഉറച്ച ഭാവം സയ്യിദുനാ ഇബ്രാഹിം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയ ദിക്ർ. ദുൽഹിജ്ജ മാസം മുഴുവൻ ഇബ്രാഹിം സ്മരണയിലൂടെ ഇങ്ങനെ പോന്നപ്പോ ഈ ദിക്ർ ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നീട് മുഹറമിലേക്ക് വന്നപ്പോ മുഹറമിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കഥ പറയുമ്പോഴും ഈ ദിക്ർ പറയാ. ഈ ദിക്റിന്റെ അർത്ഥം, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഏൽപ്പിക്കാൻ പറ്റിയത് അല്ലാഹുവോളം ആരും ഇല്ല, ഏറ്റവും നല്ലവണ്ണം ഏൽപ്പിക്കപ്പെടാൻ പറ്റിയത് അല്ലാഹ് മാത്ര, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഇങ്ങനെ പറയുന്ന ആ ഒരു ദിക്ർ മുഹറമിന്റെ ഒരു പ്രധാന സന്ദേശവും കൂടിയാണത്. ഇബ്രാഹിമി സ്മരണ മുഹറം 10 ഉണ്ടിയെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം പഠിപ്പിച്ചത് ആ ദിക്ർ കൊണ്ട് മഹാനവറുകൾ നേടിയ നേട്ടമാണ്. ബദറിന്റെ പശ്ചാത്തലം എന്താ? ബദറിന്റെ പശ്ചാത്തലം ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സ്വഹാബികളോട് പറഞ്ഞു, ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ തകർക്കാൻ അവിടെ എല്ലാവരും വട്ടം കൂടിയിട്ടുണ്ട്, ആയുധ സന്നാഹങ്ങളുണ്ട്, സാമ്പത്തികമായ പിൻബലമുണ്ട്, സായുധ വിപ്ലവത്തിന് പറ്റിയ മല്ലന്മാരവിടെ തയ്യാറെടുക്കുന്നു, പരിശീലനം നടത്തുന്നു, നിങ്ങളെ തകർക്കാൻ എന്ന് വന്ന സ്വഹാബിയോട് ആരോ പറഞ്ഞു. അത് കേട്ടപ്പോ അതുകൊണ്ട് പേടിക്കണം, ഫഖ്ശൗഹും, കരുതണം, പേടിക്കണം എന്ന് ബദറിന്റെ പശ്ചാത്തലമായി പറയുന്നത്. ഫസാദഹും, ഇത് കേട്ട സ്വഹാബത്തിന് മനസ്സിന്റെ അകത്ത് തിങ്ങി വന്നു ഈമാൻ അങ്ങോട്ട് കൂടി, ആവേശം കൂടി. ഒരു പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, സൂറത്ത് ആലു ഇംറാൻ. സ്വഹാബികൾ ഇത് പറഞ്ഞു. ഈമാനുള്ളവന്റെ അടയാളമാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ പറയൽ എന്ന് ഈ ആയത്ത് സൂചിപ്പിക്കാ. സ്വഹാബി പ്രതിസന്ധി ഘട്ടത്തിൽ ഈമാൻ വർദ്ധിച്ചപ്പോൾ ചൊല്ലി ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹി വഫദ്ലിൻ ലം യംസസ്ഹും സൂഉ വത്തബഉ റിദ്വാനല്ലാഹ് വല്ലാഹു ദൂ ഫദ്ലിൻ അദീം. ഈമാൻ വർദ്ധിച്ചു. പേടിച്ചോ, പേടിക്കണോട്ടോ, കരുതണോട്ടോ എന്ന് പറഞ്ഞപ്പോ ഇല്ല, പേടിയില്ലടാ, ഞങ്ങൾക്ക് പേടിയില്ലടാ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, പേടിയില്ല. ഈമാൻ വർദ്ധിച്ച സ്വഹാബി ചൊല്ലിയത് ഹസ്ബുനല്ലാഹ്. ഇബ്രാഹിം നബി ചൊല്ലിയ പോലെ ചൊല്ലി ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങൾക്ക് അല്ലാഹ് ഉണ്ട്, ഞങ്ങൾക്ക് അല്ലാഹ് ഉണ്ട്,
ഏൽപ്പിച്ചു, റബ്ബിനെ ഏൽപ്പിച്ചു. ഇനി കേട്ടോളൂ, ഈമാൻ വർദ്ധിച്ചപ്പോൾ ഈ ദിക്റ് ചൊല്ലിയ സ്വഹാബത്തിന് പിന്നെ കിട്ടിയത് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, ഫഖലബു ബിനിഅ്മത്തിൻ മിനല്ലാഹി വഫളലിൻ ലം യംസസ്ഹും സൂ. അവർക്ക് ഒരു വിഷമവും പ്രയാസവും ഇടങ്ങേറും വന്നതേയില്ല. ഈ ദിക്റ് ചൊല്ലിയത് കൊണ്ട് അത് തടഞ്ഞു നിർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരുപാട് നിഅമത്തുകൾ അവർക്ക് വാരിക്കൂട്ടാൻ സാധിച്ചുവെന്ന് ഖുർആൻ. ഫത്തബഉ റിളവാനല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ കൂടാൻ അവർക്ക് കഴിഞ്ഞു. വല്ലാഹു ദു ഫദ്ലിൻ അലീം. അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടി. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ മുഹറമിൽ ചൊല്ലിക്കൊണ്ട് നടക്കണം. അതിനൊരു എണ്ണം പറയുന്നുണ്ട് മഹാന്മാർ. മഹാനായ അബൂ ഹസൻ അലിയിൻ ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ പോലെയുള്ള സൂഫിയാക്കള് ഈ ഹസ്ബുനല്ലാഹ് ചൊല്ലുന്നതിനൊരു എണ്ണം പറയുന്നത് കേട്ടോളൂ. അതിനൊരു എണ്ണം പറയുന്നത് 450 പ്രാവശ്യമാണ്. 450 പ്രാവശ്യം. ദിക്റിന്റെ ഫലപ്രദമായ എണ്ണം ഹസ്ബുനല്ലാഹ് ആയാലും കുഴപ്പമില്ല, ഹസ്ബി അല്ലാഹ് ആയാലും കുഴപ്പമില്ല, 450 വട്ടം എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഹുസൂൻ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ സയ്യിദ് അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു മിൻ അഅ്ളമിൽ ഹുസൂനിൽ മനീഅത്തി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വഅദദുഹുൽ മശ്ഹൂർ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണം അവർ കണക്കാക്കിയത് 450 വട്ടമാണ്. 450. ചില സൂഫിയാക്കൾ പറയുന്നുണ്ട് 9000 പ്രാവശ്യമൊക്കെ ചൊല്ലാം. ഒരു കണക്ക് വെച്ചിട്ട് ചൊല്ലാനാണെങ്കിൽ 9000 പ്രാവശ്യമൊക്കെ ചൊല്ലാന്ന് പറയുന്ന സൂഫിയാക്കളെയൊക്കെ കാണാനുണ്ട്. ഏതായാലും പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഇബ്രാഹിം നബി മുഹറം 10 രക്ഷപ്പെട്ടു പോന്നു എന്ന് പറയുന്ന തീക്കുണ്ടാരത്തിന്റെ സംഭവത്തിൽ ഇബ്രാഹിം നബിയുടെ ആയുധം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ആയിരുന്നു. അങ്ങനെയാണ് ഹബീബായ നബിയുടെ സ്വഹാബികളുടെ ആയുധവും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നതായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിലേക്ക് പോയ സംഭവം എങ്ങനെയാണ്? ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയണമെന്നൊരു നാട്ടിലെ സമൂഹം എന്താ പറയാ, നാട്ടുകൂട്ടം അങ്ങനെ പറയും. അവര് തീരുമാനിക്കാണ്, ഖാല തഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുകും ഉഫില്ലകും വലിമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി അഫലാ തഅഖിലൂൻ. ഒരു നിമിഷം അവർ പതറിപ്പോയ ചോദ്യം അത്. ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത ഈ വസ്തുക്കൾ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് ചോദിച്ചു. അതുകൊണ്ട് അതിനെ വലിച്ചു കാട്ടിക്കളയ, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ? അപ്പോഴാണ് അവർ തീരുമാനമെടുത്തു, വൈകാതെ തീരുമാനമെടുത്തു, ഖാലൂ ഹർരിഖൂ, കരിച്ചു കളയവനെ, വൻസുറൂ ആലിഹത്തക്കും ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇവനെ കരിച്ചു കളയെ, വിഗ്രഹങ്ങളെ സഹായിക്കുക, അത് ഇനിയും വിഗ്രഹത്തെ തച്ചുടയ്ക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയാ ഫിന്നാർ. തീക്കുണ്ടാരത്തിൽ ഇടപെട്ടപ്പോൾ ഇബ്രാഹിം നബി ഇങ്ങനെ പറന്നു പോവാ, തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇങ്ങനെ പറന്നു പോവാ. ആ സമയത്ത് മഹാനവറുകൾ അങ്ങനെ ചൊല്ലി ഉറക്കെ വിളിച്ചു പറഞ്ഞു പോയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. വഖാലഹാ, ഈ ദിക്റ് ചൊല്ലിയിട്ടുണ്ട് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലു. ബദറിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ പശ്ചാത്തലത്തിൽ എല്ലാവരും നിങ്ങളെ വലയം ചെയ്യാൻ സാമ്പത്തികമായും സന്നാഹപരമായും തയ്യാറായി എന്ന് പറഞ്ഞ് നബിയെയും സ്വഹാബത്തിനെയും ആരോ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഈമാൻ വർദ്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചുരുട്ടിങ്ങനെ കെട്ടി തലയും കാലൊക്കെ കൂടി മടക്കി കൂട്ടി മഹാനവറുകളെ ഒരു ബോള് പോലെയാക്കി. ഒരു തടാകം വറ്റി വരണ്ട അതിന്റെ ആഴങ്ങളിൽ 1 വർഷം വിറക് ശേഖരിച്ചു. 1 വർഷം. ഒരു സ്ത്രീ അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കും. എന്റെ ഈ പ്രയാസം മാറാൻ ഞാൻ ഇബ്രാഹീമിനെ കത്തിക്കാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആ കുണ്ടിലേക്ക്
ആ കുഴിയിലേക്ക് ഒരു കെട്ട് വിറക് കൊടുത്തേക്കാന്ന് നേർച്ചയാക്കിയേന്ന് പെണ്ണുങ്ങൾ നേർച്ചയാക്കുമായിരുന്നതാണ്. അങ്ങനെ അവിടെ വിറക് നിറഞ്ഞു. ഒരു തടാകം വെള്ളം വറ്റിയ ആ സന്ദർഭത്തിൽ അവിടെ വിറക് നിറഞ്ഞു. ഒരു കൊല്ലം വിറക് ശേഖരിച്ചു. ആ തീക്കുണ്ടാരത്തിന് എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ തീ ആളും വിധം കുറെ കാലങ്ങളോളം അതുവരെ ഭൂമിയിൽ കണ്ടിട്ടില്ല അത്രയും വലിയൊരു തീ ജ്വാല. അതിനു വേണ്ടിയിട്ട് അവര് തീ ഇങ്ങനെ ആളി കത്തിപ്പിച്ചു. صنعهم لهم رجل من الأكداك راضي يقال له هيزن. ഇബ്രാഹിം നബി തീയിലേക്ക് വലിച്ചെറിയണമല്ലോ. കാറ്റിങ്ങനെ പതുക്കെ ഇങ്ങനെ വീശുമ്പോ തീ ഇങ്ങനെ ചെരിയും. അപ്പൊ ആളുകൾ ഇങ്ങനെ അകന്നു പോകും. വലിയ തീജ്വാല. അതിന്റെ അടുത്ത് പോയിട്ട് എറിയാൻ പറ്റില്ല, നടുവിൽ ചാടണം. അങ്ങനെയല്ലേ ഈ മീൻ പൊരിക്കാൻ നേരത്ത് ആദ്യം മീൻ ഇടുന്നത് എവിടെയായിരിക്കും? ഏകദേശം നടുവിലായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണല്ലോ. ഈ നടുവിലാണല്ലോ തീ ഇങ്ങനെ കൂടുതലുണ്ടാവാ. അങ്ങനെയാണല്ലോ. ആ നടുക്കളത്തിലിടാം. അങ്ങനെയാണ് ഇബ്രാഹിം നബിയെ നടുക്കളത്തിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് കവണ എന്ന് പറഞ്ഞിട്ടൊരു ഉപകരണമുണ്ട്. കവണ രണ്ട് ഇംഗ്ലീഷിലെ വൈ പോലെ ഇരിക്കും. വൈ എന്ന് പറയുന്ന അക്ഷരം പോലെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഒരു ഉപകരണം. അതിന് ഒരു റബ്ബറിന്റെ നാടങ്ങനെ കെട്ടിയിട്ട് വലിയ വലിപ്പമുണ്ട് അതിനിങ്ങനെ കുഴിച്ചിട്ടിട്ട് ആ റബ്ബർ നാടയിലേക്ക് ഇബ്രാഹിം നബിയെ കയറിട്ട് ബന്ധിപ്പിച്ച് ബോള് പോലെ ചുരുട്ടിയെടുത്ത് എന്നിട്ട് ഒരു 5-10 പേരിങ്ങനെ കൂടിയിട്ട് ആ നാടയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒരൊറ്റ വിടല. ആ നാടേന്ന് തെറിച്ചുപോയി തീയിന്റെ നടുവിലെത്തും. അവർ പലതിനെയും ഇട്ടുനോക്കി നടുവിലെത്താൻ എത്ര വേഗത, എത്ര വലിക്കണം എന്നൊക്കെ ഒരു അളവെടുത്ത് വെച്ചു. അത് ഉണ്ടാക്കി കൊടുത്ത ആളുടെ പേരാണ് ഹൈസൻ. അത് ഉണ്ടാക്കിയ ആളുടെ പേരാണ് ഹൈസൻ. ഇബ്നു കസീർ ഖസസിൽ പറയുന്നുണ്ട്, വകാന അവ്വലു മൻ സനഅൽ മജാനീഖ. ആദ്യമായിട്ട് ലോകത്ത് ഈ ഉപകരണം ഉണ്ടാക്കിയത് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ എറിയാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊരിക്കൽ സ്കൂൾ കാലഘട്ടത്തിൽ ഇത് വിപണിയിൽ കിട്ടുമായിരുന്നു. എന്തോ ചെറിയ പൈസ 1-2 രൂപ കൊടുത്ത് കിട്ടുമായിരുന്നു. ഒരിക്കൽ അത് വാങ്ങി വരുമ്പോഴാണ് വീട്ടിൽ വല്ലുപ്പായും വല്ലുമായും പറഞ്ഞാൽ നമുക്ക് പറ്റിയ സാധനമല്ല മോനെ, കളഞ്ഞേക്കെന്ന് പറഞ്ഞത്. അപ്പോഴുണ്ട് അതേക്കുറിച്ച് ആധികാരികമായ പഠനം അവരറിഞ്ഞവരല്ല. പക്ഷേ ആ ഒരു ഉപകരണം വ്യാപകമായി ചില നാട്ടിൻ പ്രദേശത്ത് കുട്ടികൾ കളി വിനോദങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണമാണത്. അത് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ എറിയാൻ ഉപയോഗിച്ചതിന്റെ ആ ഒരു ദുഃഖസാന്ദ്രമായ ഓർമ്മ അതിൽ വരുമ്പോ അത് വേണ്ടാന്ന് പറഞ്ഞ പൂർവീകരുണ്ട്. ഇത് ഉണ്ടാക്കി കൊടുത്ത ആള് ഇപ്പോഴും ഭൂമി ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഭൂമി അയാളെ വിഴുങ്ങി. ഖിയാമത്ത് നാൾ വരെ അവൻ ഇങ്ങനെ മണ്ണിലേക്ക് ആണ്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇബ്രാഹിം നബിയെ വിളിച്ചറിയാ നേരത്തെ മഹാനവറുകൾ ആ സമയത്ത് മഹാനവറുകളെ ചുരുട്ടിക്കൂട്ടി ഈ ഉപകരണത്തിലേക്ക് വെക്കുമ്പോ വിളിച്ചു പറയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക റബ്ബിൽ ആലമീൻ ലക്കൽ ഹംദു വലക്കൽ മുൽക്കു ലാ ശരീക ലക. അല്ലാഹുവേ, ദിക്റൊക്കെ ചൊല്ലി മഹാനവറുകൾ തയ്യാറായി. ഇനിയോ മഹാനവറുകളെ വലിച്ച് എറിയുന്ന നേരത്ത്, മഹാനവറുകൾ ഇങ്ങനെ പറന്നു പോകുന്ന നേരത്ത് വിളിച്ചു പറയാ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആ ദിക്റും ചൊല്ലി അതിലേക്ക് ചെന്ന് ചാടിയത് ആ തീക്കുണ്ടാരത്തിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഈ ദിക്ർ ചൊല്ലലോടുകൂടെ തീയിന്റെ സ്വഭാവം മാറ്റിവെച്ചേ. നിഷേധിയായ പിതാവ് അല്ലെങ്കിൽ പിതൃ സഹോദരൻ സമീപത്തിന്റെ. ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ സഹോദരനാണ് ഒന്നുകിൽ ആസർ. ചില റിവായത്തിൽ പിതാവ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ പിതൃ സഹോദരനാവാനാണ് സാധ്യത കൂടുതലെന്ന് മഹാന്മാർ പറയുന്നു. ആസർ എന്നാണ് അയാളുടെ പേര്. അയാൾ അവിടെ വെച്ച് വിളിച്ചു പറയാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ആസർ വിളിച്ചു പറഞ്ഞുവത്രേ, അഹ്സനു കലിമത്തിൻ ഖാലഹാ അബൂ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ പിതാവെന്ന് പറയപ്പെടുന്ന ആള് അല്ലെങ്കിൽ പിതൃ സഹോദരനായ ആസർ എന്ന ആള് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞത് ഈ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി പോയ നേരത്ത് പറഞ്ഞ ഒരു വർത്തമാനമാണ്. അയാൾ ഇത് കണ്ടുകൊണ്ടിരിക്കാ. ഇബ്രാഹിം നബി വന്നു ചാടുന്ന സ്ഥലമതാ തീയിലേക്ക് പറന്നു പോകുന്നത് കാണാ. അയാള് പറഞ്ഞു, നിഅമർ റബ്ബു റബ്ബുക യാ ഇബ്രാഹിം.
റബ്ബ് ഒരുപാടുണ്ട്. ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഒരുപാട് റബ്ബിനെ ഞാൻ വിറ്റ് നടന്നവനാ. അയാളുടെ ജോലി തന്നെ വിഗ്രഹ കച്ചവടാണ്, വിഗ്രഹമുണ്ടാക്കല. ഒരുപാട് റബ്ബിനെ ഞാൻ കണ്ടതാണ്. തീക്കുണ്ടാരത്തിലേക്ക് പോകുമ്പോഴും ധൈര്യസമേതം ഉറക്കെ വിളിച്ചു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഇബ്രാഹീമേ നീ നിന്റെ റബ്ബിനെ പറഞ്ഞല്ലോ അലൈഹിസ്സലാം, ഏറ്റവും നല്ല റബ്ബ് ആ റബ്ബാ. നിഅമ റബ്ബു റബ്ബുക യാ ഇബ്രാഹിം, ഏറ്റവും നല്ല റബ്ബ് നിന്റെ റബ്ബാ ഇബ്രാഹിമേ, അല്ലെങ്കിൽ നീ ആ റബ്ബിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവില്ലല്ലോ അലൈഹിസ്സലാം. ഈ ആസർ ജീവിതത്തിൽ പറഞ്ഞ ഏറ്റവും നല്ല വർത്താനം അത് മാത്രമാണ്. ഇബ്രാഹിം ഇവിടെ റബ്ബ് നല്ല റബ്ബ എന്ന് പറഞ്ഞ വർത്താന അങ്ങനെയാ. 40 വയസ്സിന് മുമ്പാട്ടോ ഈ സംഭവം നടന്നതെന്നാണ് പ്രധാന അഭിപ്രായം. നുബുവത്ത് കിട്ടണപ്പോഴാ 40 വയസ്സ്. അപ്പൊ നബി അല്ലാത്ത ഒരാള് പോലും ഈ ദിക്ർ ചൊല്ലിയാൽ ഫലം കൂടുതലാ. അത്രയും വലിയ തീനാളം 50 ദിവസം അതിൻ്റെ അകത്ത് കിടന്നു, അല്ലെങ്കിൽ 40 ദിവസം. ഖസസിൽ അങ്ങനെ പറയുന്നു ഇബ്നു കസീർ. ആ തീനാള് അത്രയും നാൾ അവിടെ കിടന്നിട്ട് മഹാനെ തൊട്ടില്ലെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയതില്ല. പുറത്ത് വന്നു മുഹറം 10. പുറത്ത് വന്ന ആള് എങ്ങനെ അവിടെ അത് നിലനിർത്തി, ആ ഈമാൻ നിലനിന്ന് ആ മഹാൻ അവിടെ ഒരു പോറലും പൊള്ളലും ഏൽക്കാതെ അവിടെ കിടന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. നുബുവത്തിന് മുമ്പായി സംഭവം എന്ന് പറയുന്നുണ്ട് മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ. അങ്ങനെയെങ്കിൽ പ്രവാചക പദവിയില്ലാത്ത അവസ്ഥയിലും ഈ ദിക്ർ വലിയ ഫലം കൊണ്ട് വലിയ ഫലം കണ്ടു എന്നാണ് ഞാൻ പറയാൻ പോവാ. 2 ആയത്തുകൾ പറയാം. സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്ത് 2 ആയത്ത് കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. സൂറത്ത് തൗബ. ഈ 2 ആയത്ത് ഒരുമിച്ച് ഓതിയ വലിയ ശ്രേഷ്ഠത. ദിവസവും സുബഹി കഴിഞ്ഞ 7, മഗ്രിബ് കഴിഞ്ഞ 7 ഓതിയ, സുബഹി കഴിഞ്ഞ 7 ഓതിയിട്ടുണ്ടെങ്കിൽ ടു മഗ്രിബ് വരെയുള്ള ടൈം അയാൾക്ക് അവന് ഇഷ്ടമില്ലാത്ത ഒന്നും സംഭവിക്കില്ല. ഹത്തൽ മൗത്ത്, മരിക്കില്ല അന്നത്തെ ആ സമയത്ത്. മരണം പോലും സംഭവിക്കില്ല. ഇനി മരിക്കണം എന്നവനിട്ട് ഓതുമില്ല. അങ്ങനെയാണ് മഹാന്മാരായ മുഫസ്സിറുകൾ, സാവിയൊക്കെ അത് രേഖപ്പെടുത്തുന്നതായി കാണാം. ഇമാം സാവിയൊക്കെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ധാരാളം മുഫസ്സിറുകൾ ഇത് പറയുന്നുണ്ട്. ഏതായാലും സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തെ അവസാന ഭാഗം മുഹറമിൽ ഓതണം, ഓതിക്കൊണ്ടേയിരിക്കണം. രാവിലെയും വൈകുന്നേരവും 7 വട്ടം ഓതണം. സുബ്ഹി കഴിഞ്ഞ് കേട്ടോളൂ ഹദീസ്. അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു قال من قال إذا أصبح وإذا أمسى. സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും ആരെങ്കിലും ഓതിയാൽ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ഓതിയാൽ, ഏതായത്താ? ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ പോയി തീ പൊള്ളലേൽക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി മഹാനവറുകൾ ഓതി എന്ന് പറയപ്പെടുന്ന ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ ഉൾക്കൊണ്ടിട്ടുള്ള സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആരെങ്കിലും ഓതിയാൽ, സുബ്ഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും 7 വട്ടം ഓതിയാൽ, സബഅ മറാത്തിൻ കഫാഹുല്ലാഹു മാ ഹമ്മഹു സാദിഖൻ കാന ബിഹാ ഔ കദിബാ. മനസ്സിൽ തട്ടി ചൊല്ലിയാലും ഗുണമുണ്ടാവുന്ന മഹാനായ സ്വഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്നും പഠിപ്പിച്ചത് ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അവൻ വിചാരിക്കുന്ന, അവന്റെ മനസ്സിനെ അലട്ടുന്ന എല്ലാ ടെൻഷനും അള്ളാഹു മാറ്റി കൊടുക്കുന്ന ഒരു കഥ പറയാം, ഒരു സംഭവം പറയാം. മഹാനായ ഇമാം ആലൂസി അവിടുത്തെ റൂഹുൽ മആനിയിൽ സൂറത്ത് തൗബയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഒരു സംഭവം പറയുന്നുണ്ട്. ഞാൻ വേഗം അവസാനിപ്പിക്കാട്ടോ ഇൻഷാ അല്ലാഹ്. ഒരു 10 മിനിറ്റ് കൂടി. മഹാനായ മുഹമ്മദ് ബിൻ കഅബ് തങ്ങൾ പറയാണ്, ഖറജത്ത് സരിയത്തുൻ ഇലാ അർളിർ റൂമി. ഒരിക്കൽ റോമിലേക്ക് യുദ്ധ ആവശ്യത്തിന് വേണ്ടി ഒരു സൈന്യം പുറപ്പെട്ടു. കിതച്ചോടുന്ന കുതിരപ്പുറത്ത് നിന്നും
ഒരു മനുഷ്യൻ താഴെ വീണു. ഫസഖത റജുലുൻ മിൻഹും ഫൻകസറത് ഫഖ്ദുഹു. നല്ല വേഗത്തിൽ ഓടുന്ന, നല്ല വേഗതയിൽ പായുന്ന കുതിരയുടെ മുകളിൽ നിന്നും അതിശക്തമായി താഴെ വീണ ആ മനുഷ്യന്റെ തുടയെല്ലാം ഒടിഞ്ഞു പോയി. അയാളെ പരിചരിച്ച് നിൽക്കാൻ നേരമില്ല. ശത്രു സൈന്യം ഞടിച്ച് കയറി വരുന്നതിന് മുന്നേ അതിർത്തിക്ക് പുറത്ത് വെച്ചവരെ പ്രതിരോധിച്ചേ പറ്റൂ. റോമിലേക്ക് യുദ്ധത്തിന് പോയ സംഘമുണ്ടല്ലോ, ഈ പ്രിയപ്പെട്ട സഹോദരനെ തിരിച്ചു വരുമ്പോൾ സംരക്ഷിക്കാമെന്ന് കരുതി തുടയെല്ലാം ഒടിഞ്ഞതല്ലേ ഉള്ളൂ. അയാൾ ആ കുതിരപ്പുറത്ത് നിന്ന് വീണ് അയാളുടെ കുതിരയെ പിടിച്ചവിടെ കെട്ടിയിട്ടു. വഴിയുടെ ഒരരികിലേക്ക് ഈ സഹോദരനെ കിടത്തി. എന്നിട്ട് യുദ്ധരംഗത്തേക്ക് പോയി അതിന്റെ ഇടയിൽ സൗകര്യം കിട്ടുമ്പോൾ തിരിച്ചു വന്ന് സംരക്ഷിക്കാം, പരിരക്ഷിക്കാം, പരിചരിക്കാം അങ്ങനെ കരുതി പിടിച്ച സൈഡിലേക്ക് മാറ്റി കിടത്തി, കുതിരേനെ അവിടെ കിടത്തി. അപ്പൊ അദ്ദേഹത്തിന് പരാതിയില്ല. കാരണം ജീവൻ പണയം വെച്ച് പോകുന്ന ഒരു പരിപാടിയാണ് യുദ്ധം. അവിടെ വിജയിക്കണമെങ്കിൽ ഒരു പക്ഷേ ജീവൻ തന്നെ കൊടുക്കേണ്ടി വരും. ഇതിപ്പോ പോകുന്ന വഴിയിൽ ഒരു അപകടം പറ്റി തുടയെല്ലാം ഒടിഞ്ഞ് മറ്റുള്ളവരെ അടങ്ങേറാക്കാൻ പറ്റൂലല്ലോ. ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ടുപോയി യുദ്ധകളത്തിലേക്ക് പോകാനൊന്നും ഈ കൂടെ പോകുന്നവർക്ക് പറ്റൂല, ഇദ്ദേഹത്തിന് അത്രയും പറ്റൂല. വഴിയരികിൽ ഒരു തണലിലേക്ക് അദ്ദേഹത്തെ മാറ്റി കിടത്തിയിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ആ കുതിരയെയും കെട്ടിയിട്ടു. വെറുതെ കിടത്താൻ പറ്റില്ലല്ലോ, തുടയല്ലല്ലോ ഒടിഞ്ഞിട്ടുള്ളൂ. അപ്പൊ കുടിക്കാനുള്ള വെള്ളവും വെച്ചു കൊടുത്തു. ഒരൽപ്പം ഭക്ഷണവും കൊടുത്തു. അതും കഴിച്ചവിടെ കിടക്കട്ടെ, ഞങ്ങൾ തിരിച്ചു വരുമ്പോ പരിഹരിക്കാം, വിഷമമൊന്നുമില്ല. അങ്ങനെ ബാക്കിയുള്ള സൈന്യം റോമിന്റെ അതിരിലേക്ക് പായാണ്. ആ സമയം ഈ പരിക്കേറ്റ് അപകടം പറ്റി വഴിയരികിൽ കാലൊടിഞ്ഞു കിടക്കുന്ന സഹോദരന്റെ സമീപത്തേക്ക് ഒരാള് വന്നു. ഏതൊരാള് വന്നു ചോദിച്ചു, മാലക്കഹാഹുന, എന്ത് പറ്റി, ഇവിടെ എന്താ അങ്ങനെ കിടക്കണത്? ആ വന്നയാള് ചോദിച്ചയാള് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇൻകസറത് ഫഖ്ദി, എന്റെ തുടയെല്ലാം ഒടിഞ്ഞു പോയേ. ഫതറകനി അസ്ഹാബി, റോമിലേക്ക് യുദ്ധത്തിന് പോയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് എന്നെ ഇവിടെ മാറ്റിപ്പാർപ്പിച്ചിട്ട് പോയത്. അവർ വരുമ്പോഴേക്കും അവരെനിക്ക് അതിനുള്ള സൗകര്യവും ഭക്ഷണമൊക്കെ തന്നു. അവർ വന്നിട്ട് സംരക്ഷിക്കന്നെ, അവർ പോയേക്കാം, യുദ്ധത്തിന് പോയേക്കാം. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, വന്ന ആള് ചില്ലറക്കാരനല്ല. അയാള് പറഞ്ഞു, ഒടിഞ്ഞു പോയി എന്ന് തോന്നുന്ന പരിക്കിന്റെ ക്ഷതമുള്ള ഭാഗത്തേക്ക് നിന്റെ വലത്തെ കൈയൊന്ന് വെക്കുമോനെ, എന്നിട്ട് നീ ചൊല്ലിക്കോ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ചൊല്ലിക്കോ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله حسبي الله. നമ്മുടെ വിഷയം അവിടെയാണ്. ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇബ്രാഹിം നബി ചൊല്ലിയ ഹസ്ബുനല്ലാഹ് പകരം ഇവിടെ ഹസ്ബി അല്ലാഹ് ഉണ്ട്. ഈ മഹാനായ മനുഷ്യൻ പരിക്കേറ്റ ഭാഗത്ത് കൈ വെച്ച് ഇത് ചൊല്ലി. പെട്ടെന്ന് സ്വഹീഹായ ഭാഗം ശരിയായി സുഖപ്പെട്ടു. വേഗം തന്നെ കുതിരപ്പുറത്ത് കയറി. മണിക്കൂറുകൾക്ക് മുന്നേ പാഞ്ഞു പോയ പ്രിയപ്പെട്ട കൂടെയുള്ള ആളുകളോടൊപ്പം ചേരാൻ അദ്ദേഹത്തിന്റെ കുതിരക്ക് പാഞ്ഞ് എത്താൻ കഴിഞ്ഞുവത്രേ. കാല് സുഖായി. വക പറഞ്ഞതല്ല, മഹാനായ ഇമാം അലൂസി ഇവിടുത്തെ റൂഹുൽ മആനിയിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഹസ്ബി അല്ലാഹ് ഹസ്ബുനല്ലാഹ്. മുഹറം മാസത്തില് ഇബ്രാഹിം നബിയുടെ ഓർമ്മ മഹാനവറുകൾ തീക്കുണ്ടാരത്തിൽ നിന്ന് പോന്ന ഓർമ്മയാണെങ്കിൽ ആ തീക്കുണ്ടാരത്തില് മഹാനവറുകൾ അനുഭവിച്ചപ്പോ ആ മഹാനുഭാവന് തണലായി തുണയായി നിന്നത് ഈ ഒരു വചനമാണ്, ഹസ്ബുനല്ലാഹ്. ഇനി കേട്ടോളൂ, ഹബീബായ നബി തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിലകപ്പെട്ടു. ആ ഒരു രംഗമുണ്ട്.
മഹാനായ ഹബീബായ നിബിതങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്ന രംഗം, അതും സൂറത്ത് തൗബ. അവിടെയും ഒരു തവക്കുല കാണുന്നത്. എങ്ങനെയാ രംഗം എന്നറിയോ? ആ ഗുഹ കണ്ടിട്ടുണ്ടോ? ആ ഗുഹയില് ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററും 800 മീറ്ററും കുത്തനെ കയറണം. പരിശുദ്ധ ഹജ്ജ് ഉംറക്കൊക്കെ പോകുമ്പോ ആ ഗുഹയിൽ കയറാൻ സൗകര്യം ഉണ്ടെങ്കിൽ, സൗർ ഗുഹയിൽ കയറാൻ സൗകര്യം ഉണ്ടെങ്കിൽ കയറണം. സുന്നത്താണെന്ന് മഹാനായ ഇമാം നബവി ഈലാഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കാണണം. ആരോഗ്യം ഉണ്ടല്ലോ കയറാവുള്ളൂ. അല്ലെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപകടം നമുക്ക് ശഫാഅത്ത് നഷ്ടപ്പെടുത്തും. അപകടം വരുത്തി വെക്കാൻ പാടില്ല. ആ ഗുഹയിൽ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെ കാണാം ഖുറൈശികള് മുകളിൽ വന്നിങ്ങനെ അവരിങ്ങനെ നിൽക്കുന്നത് താഴേന്ന് കാണാം. നമ്മളൊരു കിണറിൽ നിൽക്കുന്ന പോലെ തൊട്ടു മുകളിൽ അങ്ങനെ അവരുടെ കാലിങ്ങനെ ഒന്ന് താഴേക്ക് ഒന്ന് കാല് ചൊറിയാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഖുറൈശി കുനിഞ്ഞു പോയാൽ കണ്ടുപോകും. അത്രത്തോളം നെഞ്ചുടിപ്പ് ഇങ്ങനെ കൂടി നിന്നൊരു സന്ദർഭമുണ്ട്. ഫഖദ് നസ്റഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ മുന്നിൽ നമ്മുടെ മുന്നിൽ വെച്ചത് വലിയൊരു തവക്കുലാണെങ്കിൽ ആ തവക്കുലിന്റെ അനുഭവമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ആ ഗുഹയിൽ കഴിച്ചു കൂട്ടിയത്. അവിടെ പറഞ്ഞു ലാ തഹ്സൻ, വിഷമിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു കൂടെയുണ്ട്, അല്ലാഹു കൂടെയുണ്ട്, അല്ലാഹു കൂടെയുണ്ട് എന്നുള്ളതാ ഹസ്ബുനല്ലാഹ്. അല്ലാഹ് മതി, അല്ലാഹ് മതി, അല്ലാഹ് മതി. അല്ലാഹു കൂടെയുണ്ട്, അല്ലാഹു കൂടെയുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ സുദീർഘമാക്കുന്നില്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ മുഹറമിൽ എമ്പാടും ചൊല്ലാം. അവിടെ മഹാന്മാര് 3 നിബന്ധനകൾ പറയുന്നുണ്ട്. ഒന്ന്, മനസ്സിൽ തട്ടി ചൊല്ലണമെന്നാ. മനസ്സിൽ തട്ടി ചൊല്ലിയാൽ ദുആ ചെയ്യണം, അതിനുശേഷം വേഗം ഉത്തരവുണ്ടെന്നാ. പിന്നെ ഇത് അള്ളാഹുവിനെ തവക്കുലാക്കുന്നു എന്നൊരു കരുതലും കൂടി ഉള്ളിൽ വേണം. അപ്പൊ തവക്കുലിന്റെ കൂലിയും കിട്ടുമെന്നാണ്. വാൻ യകൂന വാസിഖൻ ഫി ഇസ്തിജാബത്തില്ലാഹി തആല ലിദുആഇഹി. ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്ന ഉത്തരവുണ്ടെന്ന് ഒന്നങ്ങോട്ട് ഉറപ്പിച്ചോ. ഉത്തരവുണ്ടെന്നാ, ഉത്തരം ഉണ്ടാവും. ആ ഉത്തരത്തിന് വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുകയും വേണ്ട, അള്ളാഹു സാവധാനം ഉത്തരം തരും. ഈ രീതിയിൽ ഇതിന്റെ നേട്ടങ്ങൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അദബുകൾ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ ആരോപണം പറഞ്ഞ സന്ദർഭത്തിൽ ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഹസ്ബുനല്ലാഹ് ചൊല്ലിയാൽ മതി. ഹസ്ബുനല്ലാഹ് ചൊല്ലിയാൽ മതി. ഒരു നേട്ടാണിത്. ഒമിൻ ഫവായിദി ദുആഇ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ തബ്രിഅത്തുൽ മദ്ലൂം. ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാനല്ല അത് പറഞ്ഞത്, എത്ര ആണയിട്ട് പറഞ്ഞാലും ആരും വിശ്വസിക്കൂല. നമ്മൾ പെട്ടുപോവാറുണ്ട്. ചില സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്തുന്നിടത്ത് നമ്മൾ പെട്ടുപോവാറുണ്ട്. ഞാനല്ലാതെ പറഞ്ഞത്, ഞാനല്ലാതെ ചെയ്തത്, ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെ പറയും ആണയിട്ട്. ഒരുപാട് പറയാനൊന്നും നിൽക്കണ്ട. ഹസ്ബുനല്ലാഹ് ചൊല്ലിയ നിന്റെ നിരപരാധിത്വം വെളിവാക്കാൻ, നിനക്കവിടെ വ്യക്തമാക്കാൻ കഴിയുമെന്ന് സുഫിയാക്കൾ പഠിപ്പിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് മഅസ്സയ്യിദത്തി ആയിഷ റളിയല്ലാഹു അൻഹാ ഇൻദമ തഹമഹൽ മുനാഫിഖൂൻ وبرأها الله عز وجل من فوق 7 سماوات بفضل هذا الدعاء. ഹസ്ബുനല്ലാഹ് ചൊല്ലിയ ആയിഷ ബീവിക്ക് അല്ലാഹു ഭൂമിയിൽ മാത്രമല്ല നിരപരാധിത്വം ബോധിപ്പിച്ചത്, ആകാശത്തിന്റെ 7 ആകാശങ്ങളിലും അല്ലാഹു ആ നിരപരാധിത്വത്തെ പ്രഖ്യാപിച്ചു എന്ന് മഹാന്മാര് പറയാം. ഹസ്ബുനല്ലാഹ് ചൊല്ലിയാൽ മതി. ഒരു നേട്ടതാ നിരപരാധിത്വം ബോധ്യമാക്കാൻ കഴിയും. നമ്മളെ തെറ്റിദ്ധരിച്ചു പോകുന്നിടത്ത് ഞാനത് പറഞ്ഞിട്ടില്ലാട്ടേക്കാ എല്ലാണേ എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഹസ്ബുനല്ലാഹ് ചൊല്ലിക്കോ,
അത് അദ്ദേഹത്തിന് ബോധ്യാക്കി കൊടുക്കുമല്ലോ. രണ്ടാമത് അന്നല്ലാഹ സുബ്ഹാനഹു വ തആല യഖുൽ മുസ്ലിമ മിൻ അയ്യിബ്തിലാഇ മഹ്മാ കാന മിത്ലമാ നജാ സയ്യിദുനാ ഇബ്രാഹിം മിനന്നാർ ബിഫദ്ലി ഹാദ ദുആ. ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ദുആഇന്റെ ഈ ഹസ്ബുനല്ലാഹയുടെ ബർക്കത്ത് കൊണ്ട്. എല്ലാ മുസ്ലിമിനും അത് കിട്ടും. അതാണ് രണ്ടാമത്തെ നേട്ടം. മാത്രവുമല്ല അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് ഇത് ചൊല്ലുന്നത്. വയഹ്മിലു ദുആ ബിഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ അൽ മദ്ഹ വസ്സനാ. അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ദിക്ർ. റബ്ബ് വലിയ കൂലി തരും ഇത് ഉച്ചരിക്കുമ്പോൾ. ഇത് ചൊല്ലുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാ. അപ്പൊ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മുഹറം 10 ഇബ്രാഹിം നബിയെ ഓർക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും പുറത്തു വന്നതിനെ സ്മരിക്കുന്നു. അവിടെ മഹാനുഭാവന് ഉപോത്ബലകമായി സഹായമായി കൂടെ ഉണ്ടായത് സുഫിയാക്കള് പഠിപ്പിച്ചു. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന ദിക്റാണ് എങ്കിൽ മുഹറമിൽ നമുക്ക് ചൊല്ലി നടക്കാം. അതിന്റെ എണ്ണത്തിൽ മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് 450 എണ്ണമാ. അല്ലേ, 450 എണ്ണമാണ്. ചില സൂഫിയാക്കൾ പറഞ്ഞു 9000 എന്ന എണ്ണവും പറയുന്നുണ്ടേ. അപ്പൊ മുഹറമിൽ ഒരു 9000 എണ്ണം അങ്ങോട്ട് ശ്രദ്ധിക്കും. മൊത്തത്തിൽ ചൊല്ലാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കു തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കുക അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ, ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ, അറിവിൽ ബറക്കത്ത് നൽകുക അല്ലാ, മക്കളെ നന്നാക്കി തരണേ അല്ലാ, കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നീ നിലനിർത്തണേ അല്ലാ, ജീവിതത്തിന്റെ സത്യസന്ധതയും മൂല്യങ്ങളും നീ നിലനിർത്തണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഒരുപാട് ദൂരങ്ങളിൽ നിന്നും നടന്നു വന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഈ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഉസ്താദ്മാർക്ക് ചെലവ് കൊടുക്കുന്ന വീടുകളിൽ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ ഒരാളുടെയെങ്കിലും ഒരിറക്ക് വെള്ളമോ ഒരു പറ്റ ആഹാരമോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബർക്കത്ത് ഏറ്റി കൊടുക്കുക അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ഈമാൻ നീ നിലനിർത്തണേ അല്ലാ. പുണ്യ മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അല്ലാഹുവേ നീ ആദരിച്ച പോലെ നിന്റെ മുഹറമിനെ ആദരിക്കാൻ, നീ നിന്റെ മുഹറമിനെ ഞങ്ങളുടെ മുന്നിൽ പവിത്രമെന്ന് പരിചയപ്പെടുത്തിയതിന് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ റബ്ബേ തൗഫീഖ് നൽകണേ റഹ്മാനെ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ്. അല്ലാഹുവേ ബർസഖിയായ ജീവിതം ഞങ്ങളുടെ സർവ്വ മൗതാക്കൾക്കും നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലും തൊഴിലിലും ബറക്കത്ത് നൽകുക അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ലഹരി ഉപയോഗങ്ങളിൽ ഞങ്ങളുടെ മക്കൾ പെടല്ലേ അല്ലാ, ഞങ്ങൾ പെടല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ അഭിമാനം പിച്ച് ചീന്തപ്പെടുന്ന അവസ്ഥ വരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നിയ്യത്തുകളെ റബ്ബേ നീ സഫലമാക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ പ്രകൃതിക്ഷോഭങ്ങൾ റബ്ബേ പകർച്ചവ്യാധികൾ കാക്കണേ അല്ലാ. പല കുടുംബങ്ങളിലും പലർക്കും പനിയും മറ്റു അസ്വസ്ഥതകളും ശാരീരിക പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ദൂരീകരിക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജിമാരെ കബൂലാക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.